ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ 17-ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. പുതിയ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. ആയില്യംകാവ് ഭാഗം 17. എടോ, ഇതാണ് ഞങ്ങളുടെ പഴയ തറവാട്. ഇവിടെയായിരുന്നു ഗൗരി അമ്മായിയും അച്ഛനുമൊക്കെ സന്തോഷത്തോടെ വളർന്നത്. അവസാനം ഇവിടെ വെച്ചു തന്നെയാണ് അവസാനമായി അമ്മായി മരണത്തിലേക്ക് നടന്നതും. ഒരു നിമിഷം കാർത്തിക്കിന്റെ ശബ്ദമിടറി. വിഷമിക്കാതിരിക്കൂ ഏട്ടാ, സംഭവിച്ചതെല്ലാം സംഭവിച്ചത് തന്നെയല്ലേ. ഇനിയും നമുക്കാ ദിവസത്തിലേക്ക് തിരികെ പോകാനോ അതൊന്നും മാറ്റാനോ സാധ്യമല്ലല്ലോ. അവന്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവൾ അവനെ ആശ്വസിപ്പിച്ചു. അതെനിക്കും അറിയാം, എന്നാലും പറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. അതിനവൾ വെറുതെയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവിടെ ആകമാനമൊന്ന് കണ്ണോടിച്ചു. കാലപ്പഴക്കം കാരണം പടിപ്പുരയുടെ തൂണിനൊക്കെ നേരിയ തോതിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞും ചിലയിടത്ത് ചിതലരിച്ചും മോശമായ അവസ്ഥ. എങ്കിലും തൂണുകളിലൊന്നിൽ സ്വർണലിപിയിൽ എഴുതിയ തറവാടിന്റെ പേരിനു മാത്രം കാര്യമായ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വലുതായി എഴുതിയ കീഴേരി എന്ന പേരിൽ അക്ഷരങ്ങൾ മാത്രം മങ്ങിയിരുന്നുള്ളൂ. അവൾ അങ്ങനെ നോക്കി നിൽക്കെ കാർത്തിക് പോക്കറ്റിലിരുന്ന താക്കോലെടുത്ത് പടിപ്പുര വാതിലിലെ പൂട്ട് തുറന്ന് 2 കൈകൾ കൊണ്ടും വാതിലിൽ ആഞ്ഞു തള്ളിയതും ഒരു മുരൾച്ചയോടെ വാതിൽ തുറന്നു. ആ നിമിഷം ആഢ്യത്വത്തോടെ തലയുയർത്തി നിൽക്കുന്ന കീഴേരി തറവാടിന്റെ അകവശം അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. കരിയിലയും കുറ്റിച്ചെടികളുമൊക്കെ കാഴ്ചയുടെ ഭംഗി കുറയ്ക്കുന്നുണ്ടെങ്കിലും കണ്ണു നിറയെ നോക്കിക്കാണുകയായിരുന്നു അഷ്ടമി. അപ്പോഴും ആ തറവാടിന്റെ പ്രൗഢിക്ക് കുറവുള്ളതായൊന്നും അവൾക്ക് തോന്നിയില്ല. കഴിഞ്ഞുപോയ കാലത്തിന്റെ അവശേഷിപ്പ്, ആ നാളുകളിലെ സമ്പത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകം, അതാണ് തനിക്ക് മുന്നിൽ നിലകൊള്ളുന്നത്. ഒരുപാട് ആളുകളുടെ സന്തോഷവും സങ്കടവും നിറഞ്ഞു നിന്ന മണ്ണ്. എന്നാൽ ഇന്ന് ആരുമില്ലാതെ അനാഥമായി. അഷ്ടമി ആലോചിച്ചു. നമുക്കെന്നാൽ അകത്തേക്ക് കയറിയാലോ? അവന്റെ ചോദ്യമാണ് അവളെ ആലോചനയിൽ നിന്നുണർത്തിയത്. അതിനവൾക്ക് മറുപടിയൊന്നും പറയാൻ തോന്നിയില്ല. പകരം ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അത് കണ്ട് പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ വീണ്ടും തന്റെ കൈ ചേർത്തു പിടിച്ചു. അവന്റെ ആ പ്രവൃത്തി കണ്ടതും അവൾ അവനെ സംശയത്തോടെ നോക്കി. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് തറവാട്ടിലേക്ക് വലതുകാലി വെച്ചു കയറാം. ഒരു പക്ഷേ അന്നിവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയായിരിക്കും താമസിച്ചിരിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ നീയും എൻ്റെ ഭാര്യയായി ഇങ്ങോട്ട് വന്നേനെ. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു. അതിനിപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ ഏട്ടാ. അതെ, അഗ്നിസാക്ഷിയായി ഞാൻ നിന്റെ കഴുത്തിൽ താലി അണിയിച്ചിട്ടില്ല. സീമന്തത്തിൽ സിന്ദൂരവും തൊട്ടു തന്നില്ല. എങ്കിലും നിന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ നീ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റേതു മാത്രമായി. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നീ എനിക്ക് ഭാര്യയാണ് പെണ്ണെ.
അതു കേട്ട് അവൾ മനസ്സു നിറഞ്ഞ് പുഞ്ചിരിച്ചു. എന്നാൽ അതിനധികം ആയുസുണ്ടായില്ല. തനിക്ക് അവനോട് പ്രണയമായിരുന്നില്ല. എന്നിട്ടും താൻ എന്തോ ഒരു ഉൾപ്രേരണയിൽ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാണ്. അതിനുശേഷമാണ് അവൻ കീഴേരിയിലെയാണെന്ന് മനസ്സിലായത്. അതോടെ വിട്ടുകളയാൻ തോന്നിയില്ല. ഗൗരിക്കു വേണ്ടി അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി ഈ മനുഷ്യനെ ഒരു കരുവായി കണ്ടു. എന്നാൽ ഇപ്പോൾ തൻ്റെ മനസ്സിൽ ഈ ഒരാൾ മാത്രമേയുള്ളൂ, തൻ്റെ പ്രണയം. അവൾ പിന്നെയും ആലോചനയിലാണ്ടു. എന്താടോ, താൻ ഇപ്പോഴും ആലോചനയിലാണല്ലോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞത് തനിക്കിഷ്ടമായില്ലേ അതോ? അവൻ ചോദ്യം പകുതിയിൽ നിർത്തി. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ വിവാഹം ഉറപ്പിക്കാനുണ്ടായ സാഹചര്യം. അന്നൊന്നും ഏട്ടനെ എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഏട്ടൻ എൻ്റെ ഭാഗ്യമാണെന്ന്. അതെ, ഭാഗ്യം തന്നെയാണ്. പക്ഷെ അത് എനിക്കാണ്, തന്നെ പോലൊരു പെൺകുട്ടിയെ കിട്ടിയതിൽ. നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിലും നീ എന്റെയാണ് പെണ്ണെ, ദൈവം കണ്ടെത്തി തന്ന എൻ്റെ നിധി. അവൻ്റെ ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കുളിരണിയിച്ചു. അതിനൊപ്പം അവളുടെ കണ്ണും നിറഞ്ഞു. അതു കണ്ട് അവൻ തുടർന്നു. അതേ, നീ ഇങ്ങനെ കരയരുത്, അതെനിക്കിഷ്ടല്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന നിന്റെ മുഖം കാണാനാണ് എനിക്കിഷ്ടം. എൻ്റെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഏട്ടനോടാരാ ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞത്? ഞാൻ കരഞ്ഞതൊന്നുമല്ലെന്നേ, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാണ്. അതും പറഞ്ഞവൾ കണ്ണു തുടച്ചു. അങ്ങനെ ഇപ്പോൾ സന്തോഷം കൊണ്ട് കരയണ്ട, ചിരിച്ചാൽ മതി, കേട്ടോടി പെണ്ണെ. അതീവ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ പറയുന്നവനെ നോക്കി ചിരിയോടെ തന്നെ അതിനവൾ സമ്മതം മൂളി. അതെ, ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. നമുക്കെന്നാൽ അകത്തേക്ക് കയറിയാലോ? ആയിക്കോട്ടെ, ഏട്ടന്റെ ആഗ്രഹം പോലെ വലതുകാൽ വെച്ചു തന്നെ കയറിയേക്കാം. പറഞ്ഞുകൊണ്ട് അഷ്ടമി കാലുയർത്താൻ തുടങ്ങിയതും അവൾക്ക് ഗൗരിയുടെ വാക്കുകൾ ഓർമ്മയിൽ വന്നു. അതോടെ അവൾ നിശ്ചലയായി കണ്ണുകൾ അടച്ചു നിന്നു. അതു കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. പെട്ടെന്ന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കണം എന്നവൻ ഉണ്ടായിരുന്നെങ്കിലും അവൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഉണർത്താനും അവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ കണ്ണു തുറക്കുന്നതുവരെ കാത്തിരിക്കാമെന്ന് അവൻ കരുതി. എന്തുപറ്റി? താനെന്താ ഇത്രയും സമയം കണ്ണുകൾ അടച്ചു നിന്നത്? അവൾ കണ്ണു തുറന്നതും അവൻ ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആൾതാമസമില്ലാത്ത സ്ഥലമല്ലേ, ഒരുപാട് ഇഴജന്തുക്കൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊന്നും നമുക്കൊരാപത്തുണ്ടാകരുതല്ലോ. അതിനുവേണ്ടി ഞാൻ നാഗദൈവങ്ങളോട് പ്രാർത്ഥിച്ചതായിരുന്നു. അവന് വിശ്വാസയോഗ്യമാകുന്ന രീതിയിൽ അവളത് പറഞ്ഞത് കൊണ്ട് തന്നെ അവന് സംശയമൊന്നും തോന്നിയില്ല. എന്തായാലും നിന്റെ വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കയറിയാലോ? പോകാമേട്ടാ, പുഞ്ചിരിയോടെ അവൾ മറുപടി പറഞ്ഞു. ശേഷം രണ്ടുപേരും ഒരുമിച്ച് കാൽപാദം പടിപ്പുരയിൽ പതിച്ചു. അതേസമയം തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ശാന്തമായിരുന്ന അവിടം മുഴുവൻ കാറ്റ് ആഞ്ഞു വീശി. അതിനൊപ്പം ആകാശം മേഘാവൃതമായി. ആകെ മൊത്തം കറുത്തിരുണ്ട് സന്ധ്യയ്ക്ക് സമാനം. ഞൊടിയിടയിൽ തുള്ളിക്കൊരു കുടം കണക്കെ ഇടിവെട്ടി മഴ പെയ്തു. അഷ്ടമി, നീ വേഗം വന്നേ, നമുക്ക് വീടിന്റെ ഉമ്മറത്തേക്ക് കയറി നിൽക്കാം. അല്ലെങ്കിൽ നമ്മൾ മുഴുവനായും മഴ നനയും. അഷ്ടമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കാർത്തിക് വീടിന്റെ ഉമ്മറത്തേക്ക് ഓടിക്കയറി.
കുറച്ചൊക്കെ മഴത്തുള്ളികൾ അവരുടെ ദേഹത്തേക്ക് പതിച്ചെങ്കിലും ഒരുപാട് മഴയൊന്നും അവർ കൊണ്ടില്ല. ഹോ, ഇനി നമ്മൾ എങ്ങനെ എവിടെയൊക്കെ ചുറ്റിക്കാണും? മഴയ്ക്ക് പെയ്യാൻ കണ്ടൊരു സമയം. അഷ്ടമിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഹേയ്, താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ, അതൊന്നും സാരമില്ലടോ. താൻ കേട്ടിട്ടില്ലേ, ആത്മാക്കളുടെ സന്തോഷമാണ് മഴയെന്ന്. ഒരുപക്ഷെ വർഷങ്ങൾക്കിപ്പുറം ഇവിടുത്തെ ഒരംഗം ഈ മണ്ണിലേക്ക് വന്നതിന്റെ സന്തോഷം കൊണ്ടാകും, അതും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനൊപ്പം. അവനത് പറഞ്ഞതും അവൾ വല്ലാതായി. അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല. നമ്മുടെ കയ്യിലൊരു കുട പോലും ഇല്ലല്ലോ. ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് എല്ലായിടവും കാണാതെ പോകേണ്ടി വരുമെന്ന വിഷമത്തിൽ ഞാൻ അറിയാതെ. അഷ്ടമിക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. അതൊക്കെ എനിക്കറിയാം അഷ്ടമി, താനിനി അതിന്റെ പേരിൽ വിഷമിക്കേണ്ട. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ മഴയായതുകൊണ്ട് പുറത്തെങ്ങും പോകാൻ കഴിയില്ലല്ലോ. ആ നിലയ്ക്ക് നമുക്ക് തറവാടിന്റെ ഉൾവശമൊക്കെ കാണാം. അതു കഴിഞ്ഞ് മഴ മാറുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്തു പറയുന്നു താൻ? അവനത് പറഞ്ഞപ്പോഴാണ് അവളും അങ്ങനെ ഒന്ന് ചിന്തിച്ചത്. അത് മതി ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. ഇപ്പോൾ മനസ്സിലായോ എന്റെ പ്രിയതമ്മേ, എനിക്ക് ബുദ്ധി ഒരുപാട് കൂടുതലാണെന്ന്? കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ താടിയിൽ പിടിച്ച് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. ആ സമയം അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതൊക്കെ എനിക്കറിയാം ഏട്ടാ, ബുദ്ധി മാത്രമല്ല, ഏട്ടനൊരു സൂത്രശാലിയും കൂടിയാണെന്ന്. അവൾ അത് പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവന്റെ ആ സന്തോഷം കാണെ അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സുഖവും സന്തോഷവും നിറയുന്നത് അവൾ അറിഞ്ഞു. ആ നിമിഷം അവനെയൊന്ന് പുണരാൻ, അവന്റെ നെഞ്ചോടു ചേർന്ന് ആ ഹൃദയതാളം കേട്ട് അവനെ പറ്റിച്ചേർന്നു നിൽക്കാൻ അവൾക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. അവളുടെ പ്രണയവും പ്രാണനും അവനെന്ന ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ. കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണെ അവന്റെ മനസ്സിലും ചലനങ്ങൾ തുടങ്ങി. അവളുടെ അഞ്ജനമെഴുതിയ മിഴികൾ കാന്തം പോലെ തന്റെ ഹൃദയത്തെ ആകർഷിക്കുന്നു. അവളുടെ കവിളിലെ തുടിപ്പും ചുവന്ന ചുണ്ടുകളും അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ഒരു നിമിഷം വിവേകം വികാരത്തിന് അടിമപ്പെട്ടതുപോലെ അവളുടെ ചുണ്ടുകൾ നുകരാനുള്ള കൊതിയോടെ അവൻ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അപ്പോഴും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രണ്ടു പേർക്കുമിടയിൽ ഒരു ശ്വാസത്തിന്റെ അകലം മാത്രമാണിപ്പോൾ ബാക്കിയുള്ളത്. ആ നിമിഷം അവളും അത് ആഗ്രഹിച്ചതുപോലെ പതിയെ കണ്ണുകൾ അടച്ചു നിന്നു. തുടരും. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്താകും അവിടെ സംഭവിക്കുക? ബാക്കി അറിയാനായി കാത്തിരിക്കില്ലേ? അപ്പോൾ ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.